വയലിൻ തന്ത്രികളിൽ ഔസേപ്പച്ചൻ മീട്ടിയ ആ പഴയ മധുരനൊമ്പരത്തിലെ ഈണം സാക്ഷിയാക്കി മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി ആ പ്രഖ്യാപനം നടത്തി. കാതോട് കാതോരം കേൾവി പരിമിതിയുള്ള നിർധരായ സൗജന്യമായ ക്ലോറിക്കൽ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ലഭിക്കുന്ന കെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പുതിയ ജീവകാരുണ്യ പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കമായി. മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ 16ാം വാർഷികത്തിന് അനുബന്ധിച്ച് ആലുവ രാജഗിരി ആശുപത്രി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കേൾവി എന്നത് അനുഗ്രഹമാണ്. അത് ലഭിക്കാതെ പോയ ധാരാളം പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി. നന്മ ചെയ്യുക, നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, തിന്മയെ എതിർക്കുക. ഇതാണ് ഭൂമിയിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മഹത്തരമായ കാര്യം. മമ്മൂട്ടി പറഞ്ഞു. പദ്ധതിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അർഹരായവർക്ക് വലിയ തുക ചെലവരുന്ന ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പൂർണ്ണമായും സൗജന്യമായി നൽകും. ആന്തരിക കർണത്തിലെ ക്ലോക്കീലയിലെ കോശങ്ങളുടെ ശക്തി തീരെ കുറയുന്ന അവസ്ഥ കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. കൊച്ചിയിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ മലങ്കര ഓർത്തഡോക്സ് പരമാധ്യക്ഷൻ പരിശുദ്ധ ബത്തേലേസ് മാർത്തോമ്മ മാത്യൂസ് തൃത്തയൻ കത്തോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യത്തിന്റെ ദൂതനായി ദൈവം ഭൂമിയിലേക്ക് അയച്ചതാളാണ് മമ്മൂട്ടി എന്ന് കത്തോലിക്ക ബാബ പറഞ്ഞു. മമ്മൂട്ടിയുടെ നന്മയുടെ പര്യായമാണ്. അദ്ദേഹം സിനിമയിൽ മാത്രമേ അഭിനയിക്കാറുള്ളൂ. ജീവിതത്തിൽ അദ്ദേഹം നല്ല നടനല്ല. പകരം നന്മയുടെ പ്രവൃത്തിയിലൂടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാനാണ് മമ്മൂട്ടി ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു.